അങ്ങനെ പാലസും കണ്ട് നേരെ ഇനി വീണ ഉണ്ടാക്കുന്ന ഷോപ്പിലേക്കാണ്. അപ്പം പാലസിന്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് ലെഫ്റ്റ് 150 തിരിഞ്ഞാൽ വീണ ഉണ്ടാക്കുന്ന ഷോപ്പിലേക്ക് പോകും. അങ്ങനെ വീണ ഉണ്ടാക്കുന്ന ഷോപ്പിലേക്ക് പോയി. അവിടെ വലിയ തിരക്കും കാര്യങ്ങളും, ഞാൻ വിചാരിച്ച ആളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ ചേട്ടന്മാർ വീണ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അതിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. തഞ്ചാവൂർ വന്നാൽ മിസ്സാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ധാരാസുരം. അപ്പം നേരെ വീണ ഉണ്ടാക്കുന്ന ഷോപ്പിൽ നിന്ന് നടന്നാൽ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്താം. ബസ് സ്റ്റാൻഡിൽ നിന്ന് കുമ്പകോണത്തേക്കാണ് ബസ് കയറുന്നത്. അവിടുന്ന് ധാരാസുരത്തേക്ക് ടിക്കറ്റും കാര്യങ്ങളും എടുക്കും. ഏകദേശം 36 കിലോമീറ്റർ ആണ് ഉള്ളത്. 31 രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത്. അവിടുന്ന് ധാരാസുരം ചെന്നിറങ്ങി അവിടെ ഒരു ചേട്ടനോട് ലിഫ്റ്റും കാര്യങ്ങളും മേടിച്ച് നേരെ ഐരാവത ക്ഷേത്രത്തിലേക്കാണ്. ഒരു കുഞ്ഞു ക്ഷേത്രത്തിൽ 1 കോടിയിൽ പരം ശില്പങ്ങൾ, ചവിട്ടുന്ന പടിയിൽ സംഗീതം കേൾക്കുന്ന ക്ഷേത്രം, ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ചോള രാജാക്കന്മാർ. 11-ാം നൂറ്റാണ്ടിലാണ് രാജരാജ ചോളൻ ഐരാവത ക്ഷേത്രം നിർമ്മിക്കുന്നത്. തഞ്ചാവൂർ പോലെ തന്നെ 1987 യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് നെയ്ത്തിശാലയിലേക്കാണ്. ക്ഷേത്രവുമായിട്ട് ഓൾമോസ്റ്റ് 400 മീറ്റർ മാത്രം വ്യത്യാസമേ ഉള്ളൂ ഈ നെയ്ത്തിശാലകൾക്ക്. കുറേ നെയ്ത്തിശാലകളും കാര്യങ്ങളും ക്ഷേത്രത്തിന് തൊട്ട് പരിസരത്ത് തന്നെയുണ്ട്. നേരെ പോയി അതും കാര്യങ്ങളൊക്കെ കണ്ടു. ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് അവിടുത്തെ ചേച്ചിമാർ തന്നെ എല്ലാം പറഞ്ഞു തരും. നേരെ ഇനി തിരിച്ച് തഞ്ചാവൂരിലേക്കാണ്. തഞ്ചാവൂരിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ സൂപ്പർ യാത്രയാണ്. അതായത് നമ്മുടെ ഓൾമോസ്റ്റ് ഒരു പാലക്കാടൻ ഫീൽ തരുന്ന യാത്രകളാണ്. അങ്ങനെ നേരെ തഞ്ചാവൂർ എത്തി. അപ്പോൾ ബാക്കി പിന്നെ ബൈ ബൈ ഗൈസ്.